നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതോടെ ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തിലടക്കം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവകൾ ഏർപ്പെടുത്തിയതോടെ ലോകത്ത് വീണ്ടും ഒരു വ്യാപാര യുദ്ധത്തിന് വഴിയൊരുങ്ങി. ഇതിനിടെ ക്രിപ്റ്റോ കറൻസിക്ക് അനുകൂലമായ നയമാണ് ട്രംപ് സ്വീകരിക്കുന്നത്. ഇതോടെ ഇതുവരെ ഈ വിഷയത്തിൽ മുഖം തിരിഞ്ഞു നിന്ന ഇന്ത്യയും ക്രിപ്റ്റോ പാത പരീക്ഷിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡിജിറ്റൽ കറൻസി വ്യാപകമാക്കാനുള്ള തീവ്രയജ്ഞം പുരോഗമിക്കുമ്പോഴും ക്രിപ്റ്റോ കറൻസിക്ക് രാജ്യത്ത് നിയമസാധുത നൽകാൻ കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല. വിദേശത്തെ ക്രിപ്റ്റോ കറൻസികളിൽ വ്യാപാരം നടത്തുന്നവർക്ക് വലിയ നികുതി അടയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ വൈകാതെ മാറ്റമുണ്ടായേക്കുമെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രിപ്റ്റോ കറൻസിയോടുള്ള സമീപനത്തിൽ വന്ന മാറ്റമാണ് ഇന്ത്യയെ മാറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യുഎസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ക്രിപ്റ്റോ കറൻസിക്ക് അനുകൂല തീരുമാനം സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ബിറ്റ്കോയിന് മൂല്യം $1,00,000 കടന്നു. സ്വന്തം പേരിൽ ട്രംപ് മീം കോയിൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ഈ മാറ്റങ്ങളാണ് ഇന്ത്യയും സ്വാധീനിച്ചിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് നേരത്തെ സ്വീകരിച്ച നിലപാട് മാറ്റാൻ കേന്ദ്രം തയ്യാറായേക്കും. 1-2 സമിതികൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗം, സ്വീകാര്യത, ക്രിപ്റ്റോ ആസ്തികളുടെ പ്രാധാന്യം എന്നിവയിൽ നിലപാട് മാറ്റിക്കഴിഞ്ഞു. വിഷയം വീണ്ടും സർക്കാരിന് മുന്നിൽ ചർച്ചയ്ക്ക് വരുമെന്ന് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി അജയ് സേത്തിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് അഥവാ FIU ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. 2023 ഡിസംബറിൽ ബിനാൻസ്, കുകോയിൻ എന്നിവയുൾപ്പെടെ 9 ഓഫ്ഷോർ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. ഇവയെ വിലക്കി ഇന്ത്യയിൽ URL ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്യണമെന്നും FIU ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. റിസർവ് ബാങ്ക് മുൻ ഗവർണർ ശക്തികാന്ത ദാസും ക്രിപ്റ്റോ കറൻസി ഇന്ത്യയിൽ വരുന്നതിനെ എതിർത്തിരുന്നു. ഊഹക്കച്ചവടത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ക്രിപ്റ്റോ എന്നും ചൂതാട്ടത്തിന്റെ മറ്റൊരു രൂപമാണെന്നും അദ്ദേഹം വിമർശിച്ചു. എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ക്രിപ്റ്റോ കറൻസിക്ക് പ്രാധാന്യമേറുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മാറ്റങ്ങൾക്ക് തയ്യാറാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ട്രംപ് മീം കോയിൻ എന്ന് പേരിട്ടിരിക്കുന്ന കോയിൻ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തതിന് പിന്നാലെ 220% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 1 ബില്യൺ മൂല്യത്തിനുള്ള കോയിനുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് നിലവിലുള്ള കോയിനുകളുടെ മൂല്യം 4.4 ബില്യണായി മാറിയിരുന്നു. $0.18 ആയിരുന്നു ഒരു ട്രംപ് കോയിൻ്റെ വില. എന്നാൽ ഇത് വർദ്ധിച്ച് നിലവിൽ $7.1 ഒരു ട്രംപ് കോയിൻ്റെ വില. പ്രചാരണ റാലിക്കിടെ തനിക്കെതിരെയുണ്ടായ കൊലപാതക ശ്രമത്തിന് പിന്നാലെ ട്രംപ് ഉയർത്തിയ മുദ്രാവാക്യമായ പോരാടുക എന്നതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ കോയിന് പുറത്തിറക്കിയിരിക്കുന്നത്. കമ്പനികൾക്കും ബാങ്കുകൾക്കും മൂന്നാം കക്ഷികൾക്കും വേണ്ടി ക്രിപ്റ്റോ കറൻസി കൈവശം വെക്കുന്നത് ചെലവേറിയതാക്കുന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചും ട്രംപ് ആലോചിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഗോൾഡ് റിസർവിന് പകരം ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നതിനെക്കുറിച്ചും ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം പുതിയ ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ നയം. കാനഡ, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% നികുതി പ്രഖ്യാപിച്ച ട്രംപിൻ്റെ നടപടിക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് മെക്സിക്കോയും കാനഡയും ഒരുങ്ങുന്നത്. ചൈനയും തയ്യാറെടുപ്പുകളോടെയാണ് നീങ്ങുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നത്. ഇറക്കുമതിയിൽ 25% അധിക നികുതി പ്രഖ്യാപിച്ച അമേരിക്കയോട് കാനഡയും മെക്സിക്കോയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ കാണാമെന്നാണ് ട്രംപിൻ്റെ പുതിയ ഭീഷണി. അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% അധിക നികുതി ചുമത്തുമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപ് പുതിയ ഭീഷണിയുമായി രംഗത്തെത്തിയത്.